തമിഴ്നാട് വെച്ച് നടക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കൺവെൻഷനിലേക്ക് അന്ന് ആദരിക്കപ്പെടേണ്ട ദൈവദാസന്മാരെ വിളിച്ചു വരുത്തുന്നു. ആദരിക്കുന്ന സമയങ്ങളിൽ കണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. 2-3 ദൈവദാസന്മാരെ വിളിച്ചു വരുത്തി അവരുടെ ശുശ്രൂഷയുടെ കാര്യങ്ങളെല്ലാം തിരക്കുന്ന മാത്രയിൽ ഒന്നാമത്തെ ഒരു ദൈവദാസൻ ഇങ്ങനെ നടന്നു കയറി വരികയാണ്. അദ്ദേഹത്തിന്റെ ഡ്രസ് സ്റ്റൈലൊക്കെ കണ്ട് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നയാൾക്കും അത് ഇഷ്ടപ്പെടണം വേണം എന്നില്ല. ഇന്ന് പലരെയും വിചിന്തനം ചെയ്യുന്നത് അവരുടെ ഡ്രസ്സിന്റെ മേന്മയും അവരിട്ടിരിക്കുന്ന അവരുപയോഗിക്കുന്ന മൊബൈലിന്റെ ക്വാളിറ്റി ഉപയോഗിച്ചാണെങ്കിൽ, പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ നിയോഗത്തോടെ പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ വിധിക്കുന്നതും നിങ്ങൾക്കുള്ള പ്രതിഫലം തരുന്നതും അത് മനുഷ്യനല്ല, അത് സ്വർഗമാകുന്നതിനാൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒറ്റ ഷർട്ട് കൊണ്ട് 1.5 വർഷം ജീവിച്ച ഒരുവനാ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇട്ടതലക്കി മറ്റുള്ളവരുടെ ഡ്രസ് ഇട്ട് ജീവിച്ച ഒരുവനാ ഇവിടെ നിൽക്കുന്നത്. പക്ഷേ അന്ന് ഡ്രസ്സില്ലെങ്കിലും കൃപയ്ക്കൊരു കുറവില്ലായിരുന്നു. മനസ്സിലാകുന്ന എത്ര ദൈവമക്കൾ ഈ ഹോളിലേക്ക് ഇരിക്കുന്നുണ്ട്. നീ വിശ്വസിക്ക്, ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോ എന്റെ നിഴൽ തട്ടുമ്പോ രോഗികൾ സൗഖ്യമാകും. എന്റെ നിഴൽ തട്ടുമ്പോ ഒരു പകർച്ചയെ തരുന്നുണ്ടെന്ന് ആത്മാവിനോട് പറയാൻ പറയുന്നു. ഈ കോൺഫറൻസ് 2-ാം ദിവസം, ഈ സമാപന ദിവസം പോലെ നിങ്ങൾ പോകയില്ല. ഇന്നലെ വരെ നിങ്ങൾ കരം കൊടുത്തപ്പോ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നടന്നിട്ടില്ലെങ്കിൽ, ഈ 2-ാം ദിവസം വിശ്വസിക്കുന്ന ആരോടൊക്കെ നിയോഗത്തോടെ കൈമാറുന്നു. ഇനി നിങ്ങൾ കൈകൊടുക്കുമ്പോ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇനി നിങ്ങൾ നോക്കുമ്പോ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇന്നലെ വരെ നിങ്ങൾ ആരോട് ഞാൻ പറയുന്നു, ഇന്നലെ വരെ നിങ്ങൾ ചില ഭവനത്തിൽ ഒരു തലവേദനയായിരുന്നു. ഇന്ന് പകൽ ആരാധന കഴിഞ്ഞു നിങ്ങൾ ഭവനത്തിൽ കയറി ചെല്ലുമ്പോൾ നിങ്ങളൊരു തലവേദനയല്ല, നിങ്ങളൊരു സൗരഭ്യവാസനയുള്ള ഒരു മനോഹര പുഷ്പമായി ദൈവം നിങ്ങളെ മാറ്റുകയാണ്. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. ഞാനെന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച് നടക്കുന്ന ഒരു കാര്യമാണ്. കർത്താവ്, ഇന്നലെ ഞാൻ ഈ വഴിക്ക് പോയപ്പോ ഒരു മിറക്കിളും നടന്നിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ എന്റെ കാൽപാദങ്ങൾ വെക്കുമ്പോ അവിടെ ദൈവപ്രവൃത്തി നടക്കണം. ഞാൻ ആത്മാവിൽ അതിനെ കൈമാറുന്നത്. ചുമ്മാതിരിക്കുന്നവരെ ചുമ്മാതിരിക്കട്ടെ, ഭാവിക്കേണ്ടവരെ ഭാവിക്കണം, വിശ്വസിക്കുന്നവരെ വിശ്വസിക്കണം. ആത്മാവിനെ മനസ്സിലാക്കി ആത്മനിയോഗത്തോടെ ഇറങ്ങി തുടങ്ങിയപ്പോ സ്തെഫാനോസിന്റെ അത്ഭുതങ്ങളും അപരാധങ്ങളും നടക്കാൻ തുടങ്ങി. ഒരു സാധാരണക്കാരനായ മനുഷ്യനിലേക്ക് അസാധാരണമായ ദൈവനിയോഗം വന്നപ്പോൾ വചനം പറയുന്നു, അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങി, അപരാധങ്ങൾ കാണാൻ തുടങ്ങി. സാധാരണക്കാരിലേക്ക് ഈ അഭിഷേകത്തിന്റെ പകർച്ച വന്നു കഴിയുമ്പോ ദൈവത്തിന്റെ ശക്തിയാ പിന്നെ ആ മനുഷ്യനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വിദ്യാഭ്യാസം എന്തെന്ന് എനിക്കറിയത്തില്ല, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എനിക്കറിയത്തില്ല. പക്ഷെ സ്തെഫാനോസിനെ പോലെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പറയുന്നത്, എന്റെ മേൽ എന്റെ മൺകൂടാരത്തിൽ ഇന്ന് പകൽ അത്യന്ത ശക്തിയെ അയച്ച് എന്നെ ഒരു അത്ഭുതമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വസിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. വിശ്വസിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്, നിന്നെ ഒരു അത്ഭുതമാക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഞാൻ വെറുവാക്ക് പറയുകയല്ല. നിങ്ങളുടെ കൈകളിലിട്ടാൻ പറയുന്ന പദമത് ഇവിടെ പരിശുദ്ധാത്മാവ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടെ ആവേശത്തിലാണ് പ്രസംഗിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്ന അഭിഷേകത്തിന്റെ നിയോഗത്തെ തിരിച്ചറിഞ്ഞിട്ടാണ് ഞാൻ പ്രസംഗിക്കും, ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ പ്രാർത്ഥിക്കും. ദൈവം അങ്ങനെയുള്ള ചിലർ എഴുന്നേൽക്കണം. എന്നും വന്ന കോൺഫറൻസ് പോലെ ആകരുത്. എത്രയോ കോൺഫറൻസുകൾ കഴിഞ്ഞു, ആ കോൺഫറൻസുകൾ വന്നു, ഇരുന്നു, ആരാധിച്ചു, ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയത്
പോലെ ആകരുത്. ഈ കോൺഫറൻസിൽ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഒരു അത്ഭുതമാകും. ഏറ്റെടുക്കാൻ പറ്റുമോ? ഏറ്റെടുക്കാൻ പറ്റുമോ? നടക്കുന്ന സ്ഥലത്ത് ശുശ്രൂഷയുടെ വെളിപ്പാടുകൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. പത്രോസൊക്കെ സാധാരണക്കാരനായ മനുഷ്യനാ. 4-ാം അധ്യായത്തിൽ പറയുന്നു വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്തവൻ. പിടുത്തക്കാരനാ. അവരെ കുറിച്ച് അറിയാമല്ലോ. വിദ്യാഭ്യാസ മേഖലകളിലെല്ലാം വളരെ വീക്ക. പക്ഷെ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും വിദ്യ അറിയത്തില്ലെങ്കിലും വ്യാപരിച്ച ദൈവശക്തിക്ക് മുമ്പിൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവൻ നടക്കുന്ന വീണ്ടും കർത്താവിനോട് പറയുന്നു, ഓ സാധാരണക്കാരനായ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന അഭിഷേകത്തിന്റെ മുൻപിൽ അവൻ കണ്ടെത്താൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോ പിന്നെ പത്രോസ് അല്ല ചലിച്ചത്. പിന്നെ പത്രോസിലൂടെ ചലിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധമാണ്. പറയുന്നു നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ മാത്രം മതി. ഇനി നിങ്ങൾ ചലിക്കുന്നത് അത് ദൈവത്തിന്റെ പരിശുദ്ധമാണ്. ദൈവത്തിന്റെ പരിശുദ്ധമാണ്. പത്രോസിനെ ഇന്ന് വളരെ ഒരു വിലയില്ലാത്ത മനുഷ്യരുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പത്രോസിനെ വേണ്ട, പത്രോസിന്റെ നിഴലെങ്കിലും കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന ചിലർ കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ടവരോട് ദൈവത്തിന്റെ ആത്മാവ് കൈമാറുന്നു. അവൻ തള്ളിക്കളഞ്ഞവരുടെ ആത്മാവ് കൈമാറുന്നു. ഇങ്ങനെ വെച്ച് നിന്റെ കുടുംബത്തിലെ ആവശ്യമില്ല. ഇന്നലെ ഈ പത്രോസ് ആർക്കും കൊള്ളാത്തവനായിരുന്നു. പിൻപിടുത്തക്കാരനായിരിക്കുന്ന പത്രോസെ ഇന്ന് നിന്റെ നിഴലിന് വിലയിടുന്നുണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ അത് അവൻ നിയോഗമാണ്, അത് അഭിഷേകമാണ്. ഈ നാമത്തിന് വേണ്ടി ഇറങ്ങി ഒറ്റയ്ക്ക് വന്ന കുടുംബത്തോട് ഞാൻ ആത്മാവിൽ കൂടുതൽ കൈമാറുന്നു. നിങ്ങൾ ഭാഗപ്പെടരുത്, നിങ്ങൾ പ്രയാസപ്പെടരുത്, നിങ്ങൾക്ക് എന്ന് ഭാവിച്ച അഭിഷേകത്തെ നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് നടന്നു നീങ്ങുമ്പോൾ ഇതാ ചിലർ സ്റ്റെഫാനോസിന് വിരോധമായി എഴുന്നേൽക്കുന്നു. സ്റ്റെഫാനോസിന് വിരോധമായി എഴുന്നേൽക്കുന്ന സമയത്ത് വചനം പറയുന്നു, അവൻ പറഞ്ഞ വാക്കിനോട് എതിർത്ത് നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം അഭിഷേകമുള്ളവന്റെ നേരെ വിരൽ ചൂണ്ടുക എന്ന് പറയുന്നത് അസാധ്യമെന്ന് ഞാൻ പറയുന്നു. സാധാരണക്കാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അഭിഷേകം ഒരുവരിലുണ്ടെങ്കിൽ തർക്കിക്കാൻ വരുന്നവന് ഉത്തരം മുട്ടിപ്പോകും, തർക്കിക്കാൻ വരുന്നവന് ഉത്തരം മുട്ടിപ്പോകും. കാരണം ഇവനെ നിയന്ത്രിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധ. എന്റെ മേൽ ദൈവത്തിന്റെ അധികാരമുണ്ടെങ്കിൽ തർക്കിക്കാൻ വരുന്നത് എത്ര കൊലകൊമ്പനായാലും എത്ര പാണ്ഡിത്യമുള്ളവനായാലും എന്നെ നിയന്ത്രിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണെങ്കിൽ ഓ തർക്കിക്കുന്നവൻ പിന്മാറുമെന്നല്ലാതെ അഭിഷേകമുള്ളവൻ ഉദാഹരണത്തിന്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ആരും ബൈബിൾ തുറക്കണ്ട, എന്നെ നോക്കിയിരുന്നാട്ടെ. 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോ എല്ലാ താഴ്വരയും വലിയൊരു യുദ്ധം നടക്കുന്നു. ഇസ്രായേൽ മക്കളെ ഒതുക്കിക്കൊള്ളുന്ന ഫെലിസ്ത്യ സൈന്യം ഏകദേശം 40 ദിവസമാണ് ഇറങ്ങിയും കയറിയും നിന്നുകൊണ്ടിരിക്കുമ്പോൾ പരാജയത്തിന്റെ വാക്കിലേക്ക് നിൽക്കുമ്പോ നാട്ടിലല്ല കാറ്റിൽ കിടന്നൊരു അഭിഷക്തനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ദാവീദ്. ദാവീദ് എന്ന അഭിഷക്തൻ ഇതാ കടന്നു വരികയാണ്. പാളയത്തിലേക്ക് കടന്നു വരുമ്പോ ഇസ്രായേൽ മക്കൾ തന്റെ സഹോദരന്മാരൊക്കെയുണ്ട്. പേടിച്ച് 40 ദിവസമായി പുറകോട്ട് നിൽക്കുമ്പോ ഈ അഭിഷേകം പ്രാപിച്ചവൻ ചെന്ന് പറയുകയാ, ഞാൻ ഈ ഗോലിയാത്തിന്റെ തലയെ തകർക്കാം. മനസ്സിലാകുന്ന എത്ര ദൈവമക്കൾ ഈ ഹോളിനകത്ത് ഇരിക്കുന്നുണ്ട്. അഭിഷേകമുള്ളവൻ ഒരിക്കലും പിന്മാറത്തില്ല. അഭിഷേകമുള്ളവൻ എന്നും മുന്നോട്ട് അഭിഷേകമുള്ളവൻ അവൻ പിന്മാറത്തില്ല, അവൻ പിന്മാറത്തില്ല. ഈ അഭിഷേകമുള്ള മനുഷ്യൻ കയറി ചെല്ലുന്നത് ഗോലിയാത്ത് എന്ന ഒരു വലിയ വല്ലെടുത്തേക്ക് ആളെ കുറുകെ ഒരു ചെറിയ മനുഷ്യനാണ് ദാവീദ്. ഞാൻ എന്റെ പ്രസംഗത്തിൽ പറയാറുണ്ട്, ഏകദേശം എന്റെ ഒരു സൈസൊക്കെയാണ് ദാവീദിനെന്ന്. അങ്ങനെ ഒരു കൊച്ചു മനുഷ്യൻ ഒരു വലിയ മനുഷ്യന്റെ മുഖത്തേക്ക് ചെല്ലുകയാണ്. അതൊരു ചെറിയ പുള്ളിയല്ല. കാരണം ഇന്നലകളിൽ അഭ്യാസം പഠിച്ചവന്റെ പേര് അഭിഷേകമുള്ള ഒരുവൻ നടന്നു ചെല്ലുമ്പോ അഭിഷേകമുള്ളവന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞില്ലേ, അവൻ വെച്ചക്കാൽ അവൻ പുറകോട്ടെടുക്കത്തില്ല, വെച്ചക്കാൽ അവൻ മുന്നോട്ട് തന്നെ എടുക്കും. യേശുവിന് വേണ്ടി ഇറങ്ങിയ ദൈവമക്കളോട് ഞാൻ പറയാം, കട്ടതയോ പട്ടിണിയോ ഉപദ്രവമോ കുടുംബത്തിൽ ഒരുപക്ഷേ അവരുടെ പുറത്ത് തള്ളിയെന്ന് വന്നേക്കാം. പക്ഷേ ഈ അറിഞ്ഞ സത്യത്തെ ഒരു ചുവട് പോലും പുറകോട്ട് നിങ്ങൾ ഈ കർത്താവിന് വേണ്ടി ഇറങ്ങിയിട്ട് പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, വീട്ടിൽ നിന്ന് നിന്നെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, വീട്ടിൽ നിന്ന് തള്ളി പറയുന്നുണ്ടെങ്കിൽ, പുറത്താക്കുന്നുണ്ടെങ്കിലും അത് അവിടെ തന്നെ ഇരിക്കട്ടെ. പുറകോട്ട് നിങ്ങൾ ചലിക്കരുത്.